ഹലോ. ഇനി നമുക്കൊരു സീരീസ് പരിചയപ്പെടാം. എല്ലാവർക്കും അനിമേഷൻ മൂവീസ് അല്ലെങ്കിൽ അനിമേഷൻ സീരീസ് ഒക്കെ ഇഷ്ടമായിരിക്കും. പണ്ട് മുതൽ നമ്മൾ കൊച്ചുനാൾ മുതൽ കണ്ടുകൊണ്ടിരുന്ന കുറെ സീരീസ് ഉണ്ട്. അപ്പം അതിലൊരു സീരീസാണ് നമ്മളെ പോക്കീമോൻ എന്ന് പറയുന്ന സീരീസ്. അതിന്റെ പുതിയൊരു വേർഷൻ ഹൊറൈസൺ എന്ന് പറഞ്ഞൊരു വേർഷൻ അവൈലബിൾ ആണ്. ഈ സീരീസ് പണ്ട് കാലം മുതൽ തുടങ്ങിയ ആ ഒരു സീരീസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സീരീസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആഷ് എന്ന് പറഞ്ഞ ഒരു ഒരു കുട്ടിയിൽ നിന്ന് ആണ് ആ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആഷും പിക്കാച്ചും അതിൽ മിസ്റ്റി അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് അവരിൽ നിന്നാണ് ആ കഥ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേന് ഇതിൽ പുതിയ രണ്ടാൾക്കാരാണ് വരുന്നത്. അതായത് ലിക്കോ റോയ് എന്ന് പറയുന്നത് പുതിയ രണ്ട്. അവര് ബേസ് ചെയ്താണ് ഈ കഥ പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിൽ ഫുള്ള് ബാറ്റേഴ്സിനെ ബേസ് ചെയ്തായിരുന്നെങ്കിലും ഇതിലേക്ക് വരുമ്പോഴത്തേന് ഇമോഷൻസ്, അഡ്വഞ്ചർ, മിസ്റ്ററി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ലിക്കോയ്ക്ക് കിട്ടുന്ന ഒരു പെൻഡന്റിനെ ബേസ് ചെയ്താണ് കഥ പോകുന്നത്. അതുപോലെ തന്നെ റോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ക്യാരക്ടറിന് ഒരു അഡ്വഞ്ചർ ബോളുണ്ട്. ആ ബോളിനെ ബേസ് ചെയ്താണ് ഈ കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇവര് ട്രാവൽ ചെയ്യുന്നുണ്ട്. ലിക്കോയും റോയും റൈസിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു ടീമിനെ പരിചയപ്പെടുന്നു. പിന്നീടുള്ള യാത്രകളാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഒരുപാട് റീജിയനിലേക്ക് പോകുന്നു. പാൽഡിയ അതുപോലെ കാൻഡോ റീജിയൻസിലൊക്കെ പോയി അവിടുത്തെ പോക്കിമോൻസിനെയൊക്കെ കാണുന്നു. അങ്ങനെ കഥ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെയുള്ള സീരീസിൽ കണ്ട പോലെ ടീം റോക്കറ്റ് പോലെ ഇതിലും ഒരു വില്ലൻ. ആ വില്ലൻ ആ ഒരു ഗ്യാങ്ങിനെ നമ്മൾ പറയുന്നത് എക്സ്പ്ലോറേഴ്സും അവരെ ഫോളോ ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഈ കഥയിൽ പറയുന്നത്. അങ്ങനെ ഇപ്പൊ ഓൾറെഡി നെറ്റ്ഫ്ലിക്സ് ഇത് എയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിവിടെ പോയാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കഥയിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. റീസൺ എന്ന് പറഞ്ഞ പാർട്ട് 1 ആണ് എയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും നല്ലൊരു മസ്റ്റ് വാച്ച് ഒരു സീരീസ് ആയിട്ട് കണ്ടു നോക്കുക.